ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിതാ ഒരു മന്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം മന്തിക്ക് വേണ്ട മസാലയാണ് കേട്ടോ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത്. കുറച്ച് കുരുമുളകും ചെറിയ ജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇതാ ഞാൻ വറുത്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇത് വറുത്തത് ഈ ചൂടാറാതെ ചൂടോടെ തന്നെയാണ് കേട്ടോ, ഇത് ഏകദേശം ചൂടോടെ തന്നെയാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അപ്പം നമ്മളിത് നന്നായിട്ട് ഇത് പൊടിക്കാണ്, ഇതിൻ്റെ ചൂടൊന്നും പോയിട്ടില്ല കേട്ടോ. ഇങ്ങനെ നമ്മളൊരു ടെക്നിക്കാണ് കേട്ടോ. ഇത് നന്നായി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ നമ്മൾ വേറെ മസാലകളൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഇങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇത് പെട്ടെന്ന് നമുക്ക് മന്തി തയ്യാറാക്കാൻ വേണ്ടി മസാലക്കൊന്നും നമ്മൾ എവിടെയും പോകണ്ട കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മസാല ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഇതാ ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇതാ മസാല ഇട്ടാണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ചോറിലിട്ട് കൊടുക്കാനാണ്. 2 മാഗി ക്യൂബ് ഉണ്ട്, പിന്നെ ബേ ലീഫ്, കുരുമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പു, 2 നാരങ്ങയുടെ ഒന്നും ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പച്ചമല്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ മസാലയാണ് കേട്ടോ ഇത്. പിന്നെ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട്, ചിക്കന്, ഇതൊക്കെയാണ് നമ്മൾ മന്തിക്ക് എടുത്തിട്ടുള്ളത്. നമ്മളെ മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അടുപ്പിൽ നമ്മൾ ഈസി കുക്കിൽ. പിന്നെ ഇത് അരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ കേട്ടോ ചെയ്യണേ. ചിക്കനിൽ ഇതാ കുറച്ച് സുർക്ക ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കനെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കി കിട്ടും കേട്ടോ. ഇതെല്ലാം നന്നായി നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ നമ്മൾ കുറച്ച് സുർക്ക ഒഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതങ്ങനെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ എന്നും ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കൽ അടുപ്പിലാണ് കേട്ടോ. അപ്പം ഞാൻ ബിരിയാണി പൊടിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. പെട്ടെന്നൊരു മന്തിയാണ് കേട്ടോ. അപ്പോൾ അതാ ചിക്കനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ ചെറിയ പീസുകളായിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇത്. പിന്നെ ഇതിലേക്ക് നമ്മുടെ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്ക, പച്ചമല്ലി. ഇതിൽ വലിയ ജീരകം ഒന്നും ഇട്ടിട്ടില്ല, വലിയ ജീരകമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഞാൻ മന്തി ഉണ്ടാക്കലുണ്ട്. പിന്നെ ഇതാ നമ്മളെ മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജീരകവും കുരുമുളകും പൊടിച്ചെടുത്തത്. പിന്നെ 2 മാഗി ക്യൂബ് ഉണ്ട്. നമ്മളിതിനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ മുളക് പൊടി ഒന്നും ഇട്ട് കൊടുക്കില്ല. ഇത് നമ്മുടെ സിമ്പിൾ മന്തിയാണ്, നല്ല ടേസ്റ്റിലുള്ളൊരു മന്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് മന്തി ഉണ്ടാക്കി നോക്കിട്ടോ. അത് പാകത്തിന് ഇതാ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മസാല കേട്ടോ, മസാല ഒരു 1/4 ടീസ്പൂൺ മസാലയുള്ള ഇട്ട് കൊടുക്കണം. നമ്മളെ മന്തി മസാല കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത്. പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളിതിൽ ഒരു സാധനം ഇട്ട് കൊടുക്കില്ല, മല്ലിയില, പുതിന ഇല, പിന്നെ തക്കാളി, അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കില്ല. ഇനി ഞാൻ പാകത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇത് പൊരിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഈ ഗ്യാസിന്മേൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് ചൂടായി പൊരിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മളെ വെള്ളം ഏകദേശം ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പു ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി നമ്മളെ ചോറിൽ ഗ്യാസ് കയറാതിരിക്കാനും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതാട്ടോ വെളുത്തുള്ളി. പിന്നെ കുറച്ച് സുറുക്കയാണ് കേട്ടോ ഇത് ഒഴിച്ച് കൊടുക്കണം. നമ്മൾ അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇതിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു അരി ചോറൊന്നും ഒട്ടിപ്പിടിക്കൂല കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറേ കേട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ നിങ്ങൾ, ഈ മന്തി എങ്ങനെയാണ് ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കണമെന്ന്. പിന്നെ ഇതാ നമ്മൾ ചിക്കനൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗം മറിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതാ കുറേ ആയിട്ട് വീഡിയോ ഇടില്ല, നമുക്ക് വീഡിയോ ഇടാനൊന്നും തോന്നുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വീഡിയോയിൽ വ്യൂസ് ഒന്നും കയറുന്നില്ല, പിന്നെ സബ്സ്ക്രൈബ് ഒന്നും കയറുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു മടുപ്പാണ് കേട്ടോ വീഡിയോ ഇടാൻ. പിന്നെ ഞങ്ങളിത് വീഡിയോ തുടങ്ങി അന്ന് മുതൽ ഞങ്ങളോട് ആളുകൾ ചോദിക്കൂട്ടോ, നിങ്ങൾക്ക് പൈസ കിട്ടാൻ തുടങ്ങിയോ, ഞങ്ങൾക്ക് പൈസ ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. നമുക്ക് വീഡിയോ തന്നെ പോവാത്തത് കൊണ്ട് നമുക്ക് വീഡിയോ തന്നെ ഇടാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചോറും ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ ആയി വരുമ്പോഴേക്കും ചോറ് ഞാൻ വെന്തോ ഒന്ന് നോക്കിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. നമ്മളൊരു മീഡിയം വേവ് മതി കേട്ടോ. പിന്നെ നമുക്ക് ഇത് ഇടാനല്ലോ, ദമ്മിടാനാണല്ലോ. അങ്ങനെ ചോറൊക്കെ റെഡി ഉണ്ട്. ഞാൻ ചോറ് ഊറ്റിയെടുക്കാം കേട്ടോ ഇനി ചെയ്യണത്. അപ്പം ഞങ്ങളുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ട് പിന്നെ ഇനി നമ്മൾ വീഡിയോ ഒക്കെ ഇടും ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, ഒക്കെ ചെയ്യട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യട്ടോ. ഞങ്ങളുടെ മന്തി, ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
നമുക്ക് മന്തി ഇങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇതാ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ ചോറ് ഇട്ട് കൊടുക്കുകയാണ്. ചോറ് ഹാഫ് വേവായിട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കളറാണ് കേട്ടോ ഇത്, റെഡും യെല്ലോയും. ഇത് നമുക്ക് ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ചോറൊക്കെ ഇങ്ങനെ കോരുമ്പോൾ ഒരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ മന്തി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ഫുഡ് കളറിന് വേണ്ടി ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി കലക്കിയാലും മതി കേട്ടോ. അങ്ങനെ നമ്മൾ ചോറൊക്കെ റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പച്ചമുളക് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാനിതാ ചാർക്കോൾ കത്തിക്കില്ല കേട്ടോ, നമുക്ക് ഇവിടെ ഇഷ്ടമല്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചാർക്കോൾ കത്തിച്ചോളുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ദമ്മൊക്കെ ഇട്ടുണ്ട്. നമ്മുടെ ചോറൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാനിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ചോറും ഇതിത്തെ ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണ്ടോ നമ്മൾ എടുക്കാൻ. ഇപ്പം ഞാനിത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് മാത്രമാണ് കേട്ടോ ഈ ചോറ് എടുത്തിട്ടുള്ളത്. അങ്ങനെ സിമ്പിൾ മന്തി ഇതാ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് കഴിക്കണമെങ്കിലും നമ്മളെ വീട്ടിൽ ആര് വിരുന്നുകാർ വന്നാലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു മന്തി ഉണ്ടാക്കട്ടോ. നമ്മളെ വീട്ടിൽ ഇപ്പം ഇനി മസാലകളില്ലെങ്കിലും ഒന്നും പേടിക്കണ്ട, നമുക്ക് നമ്മളെ വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കട്ടോ മന്തി. അങ്ങനെ ചൂടോടെ മന്തി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് മന്തി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ മന്തി വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ പിന്നെ നമ്മൾ മന്തി ഉണ്ടാക്കിയ ചെമ്പും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ മന്തിൻ്റെ. പിന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മളെ വീട്ടിൽ പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ, ഓലിക്കാണ് കേട്ടോ ഫുഡ് കൊടുക്കണത്. അപ്പോൾ മോൾട്ടിക്ക് സ്കൂളില്ല, അപ്പോൾ മോൾട്ടി ഇതാ ആദ്യം തന്നെ ചൂടോടെ തന്നെ പൂച്ചകൾക്കാട്ടോ കൊടുക്കണത്. ഈ 3 കുട്ടികൾ ഇട്ടിട്ട് ഈ കുട്ടികളുടെ ഉമ്മാനെ നായ്ക്കൾ കടിച്ച് കീറിയതാണ് കേട്ടോ. നമ്മളെ മുന്നിൽ വെച്ചിട്ടാണ് കേട്ടോ നായ്ക്കൾ കടിച്ചത്. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ ഈ പരിസരത്തില്ലോല് മുഴുവനും ഞങ്ങളെ വീടിൻ്റെ മുന്നിൽ ഈ പൂച്ചകളെ കൊടുന്നു കിട്ടും. അങ്ങനെയാണ് ഞങ്ങളെ വീട്ടിൽ എന്നും പൂച്ചകൾ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ നോക്കും. പക്ഷേ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കുറുക്കന്മാരും നായ്ക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം, നമുക്ക് ഇതിന് ശ്രദ്ധിച്ചിരിക്കാനൊന്നും പറ്റൂല. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളവരെ ഈ വീഡിയോ കാണുമല്ലോ, ദയവ് ചെയ്ത് ഞങ്ങളെ വീടിൻ്റെ അവിടെ ഈ പൂച്ചകളെ കൊടുന്നിടരുത്. കാരണം ഉമ്മാരെ അവർക്ക് നഷ്ടപ്പെടും.